പല ഡയമെൻഷനിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. ഞാൻ ഒരിക്കലും ഡ്രോപ്പ് ചെയ്യാനല്ല പറയുന്നത്. നമ്മളൊരു തോന്നലിനെ വളരെ കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരു 1 CR എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഓഫീസ് ഉണ്ടാക്കും, നല്ല സ്റ്റാഫ്സിന് എടുക്കും, ഒക്കെ ചെയ്യും. അടുത്ത മാസം കൊടുക്കേണ്ട സാലറി കയ്യിലുണ്ടാവില്ല. ബിസിനസ്സുകാർക്ക് മാത്രമെന്നല്ല, പൊതുവെ ജനങ്ങൾക്ക് മുഴുവൻ തോന്നലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുക. തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഇത് വലിയ പ്രശ്നമാണ്. അടുത്ത മാസം തന്നെ ഒരുപാട് ബിസിനസ് ഉണ്ടാവും, എനിക്ക് ഒരുപാട് പൈസ വരും. തോന്നലാണ്. കയ്യിലുള്ള 10 ലക്ഷം എല്ലാം ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് മൂപ്പർക്ക് മുമ്പോട്ട് പോകാൻ എന്തുണ്ടാവില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. എന്ത് ചെയ്യണത്, വാട്ട് നെക്സ്റ്റ്, എങ്ങനെ നമ്മൾ തീരുമാനം. ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് എന്ത് തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിൽ എപ്പോഴും വളരെ വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇന്നത്തെ അതിഥിയെ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ അതിഥികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനുണ്ട്. അപ്പോൾ മാഷ് ഫസ്റ്റ് എപ്പിസോഡാണല്ലോ. സാലിഹ് മാഷ് ഒരു CA-കാരനാണ്. 13 വർഷം CA എക്സ്പീരിയൻസ് ഉള്ള പേഴ്സണാണ്. IAM-ൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. IAM എന്താണെന്നൊക്കെ നമുക്ക് പറയണം. അതിനേക്കാളുപരി ഒരുപാട് തോട്ട് പ്രോസസ്സുമായിട്ട് നടക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ശരിയല്ലേ? ഞങ്ങൾ കണ്ട് സംസാരിച്ച മുതൽ അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം നിങ്ങളിലുള്ള അറിവ് ഓരോ എപ്പിസോഡുകളായിട്ട് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇനി ഒരു യാത്ര. അപ്പോൾ എന്തായാലും അതിന് നമുക്ക് രണ്ടുപേർക്കും പടച്ചവൻ ആ ഒരു കറക്റ്റ് പ്രോസസ്സിലൂടെ പോകാനുള്ള ശക്തി നമുക്ക് തരട്ടെ അല്ലേ? നോമ്പ് സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യണത് അല്ലേ? ഈ നമ്മുടെ ബിസിനസ്സുകാർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ബിസിനസ്സുകാർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് അല്ലേ? എല്ലാ ആൾക്കാരും ഒരുപാട് ഐഡിയാസ് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എക്സിക്യൂഷൻ ലെവൽ എല്ലാവരും പാളിപ്പോവും അല്ലേ? ഈ ഇപ്പം മാഷിപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് സംവദിക്കുകയും ഇപ്പം CA തന്നെ 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന രൂപത്തിൽ അതിനെന്താണ് ഒരു പരിഹാരമായിട്ട് കാണുന്നത്? ബിസിനസ്സുകാർക്ക് മാത്രമെന്നല്ല, പൊതുവെ ജനങ്ങൾക്ക് മുഴുവൻ തോന്നലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുക. തോന്നലുകളുടെ ഇത് വലിയ പ്രശ്നമാണ്. തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല ശരിക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തീരുമാനങ്ങൾ എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ മാക്സിമം മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളിപ്പോൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും തോന്നാറുണ്ട്, എൻ്റെ ഭാഗത്തേക്ക് ബസ്സുകളൊന്നും വരുന്നില്ല. കുറച്ച് അപ്പുറത്തെ സൈഡിൽ ഒരുപാട് ബസ് പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്പുറത്ത് പോയി നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അത് തോന്നലാണ്. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ബിസിനസ് ചെയ്യുമ്പോഴും, ഇനി ഈവൻ പഠിക്കാൻ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിലും, ഇനി വേറെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഈ തോന്നലുകളുടെ അടിസ്ഥാനത്തിലൊന്നും തീരുമാനങ്ങൾ എടുക്കരുത്. ഈ തോന്നലുകൾ നമ്മൾ എന്ത് ചെയ്യണം, റിയൽ ഫാക്ട്സുമായിട്ട് കമ്പയർ ചെയ്യണം. റിയൽ ഫാക്ട്സുമായിട്ട് മാറ്റണം. ഉദാഹരണം പറയണം, ഒരു ബിസിനസ്സുകാരൻ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ആളുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ട്. അത് വെച്ചിട്ട് ആള് എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ബിൽഡിങ് അല്ലെങ്കിൽ ഫർണിച്ചർ, ആ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ആൾ ഉദ്ദേശിക്കുകയാണ്, അടുത്ത മാസം തന്നെ ഒരുപാട് ബിസിനസ് ഉണ്ടാവും, എനിക്ക് ഒരുപാട് പൈസ വരും. തോന്നലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്യിലുള്ള 10 ലക്ഷം എല്ലാം ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് മൂപ്പർക്ക് മുമ്പോട്ട് പോകാൻ എന്തുണ്ടാവില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. ഇവിടെയാണ് പ്രശ്നം. ഇത് ഈ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്ത പാളിപ്പോൾ ഞാൻ ഈ ഓഫീസ് തുടങ്ങിയപ്പോഴേ എൻ്റെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. കറക്റ്റ്. ഇപ്പം മാഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ റിലേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ വേണം, അവിടെ ഇങ്ങനെ ലൈറ്റ്, മറ്റേത് ക്യാമറ എന്നൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷേ അതിന് ആ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അതിന് പാപ്പരായപ്പോൾ അല്ലേ? എല്ലാ ബിസിനസ്സുകാർക്കും സംഭവിക്കുന്നത് ഇതായിരിക്കും ഒരു പക്ഷേ. അതെ ഞാൻ പറഞ്ഞു, ബിസിനസ്സുകാർക്ക് മാത്രമല്ല, വളരെ വൈഡായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളായത്. തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക ഒരിക്കലും പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണത്, വാട്ട് നെക്സ്റ്റ്, എങ്ങനെ നമ്മൾ തീരുമാനം. ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് എന്ത് തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എഴുതും. ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതും. അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, ഞാനത് ഒരു ടാബ്ലറ്റ് ചെയ്യും. ലൈക്ക് എന്താണ് എൻ്റെ തോന്നൽ, ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ പോവാണ്, നാളെ എന്തായും, അല്ലെങ്കിൽ ഒരു മന്ത് കഴിഞ്ഞാൽ എന്താവും, ഇത് കംപ്ലീറ്റ്. ഇതിന് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. കംപ്ലീറ്റ് എന്ത് ചെയ്യും, ബഡ്ജറ്റ് ചെയ്യും. നമ്മളുടെ തോന്നലുകൾ നമ്മൾ എന്ത് ചെയ്യും, റിയൽ ടേമിലേക്ക് മാറ്റും. എന്നത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ എക്സ്പേർട്സുമായിട്ട് സംസാരിക്കും.
ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇതിൽ വരാൻ ചാൻസ് ഉണ്ടോ, ഇതിന്റെ റിസ്കി എലമെന്റ്സ് എന്താണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 3 സിനാരിയോ ക്രിയേറ്റ് ചെയ്യും. ഒന്ന് വേഴ്സ് സിനാരിയോ, ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചതൊന്നും നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും. യെസ്, അവിടെ ഞാൻ എന്ത് തീരുമാനം എടുക്കും, വേഴ്സ് സിറ്റുവേഷൻ. പിന്നെ ഒരു മീഡിയം സിറ്റുവേഷൻ, ഞാൻ ഉദ്ദേശിച്ച അത്രയും നടന്നിട്ടില്ല പക്ഷെ ഏകദേശം നടന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ തീരുമാനം എന്താണ്, അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ്. പിന്നെ ബെസ്റ്റ്, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം നടന്നു, എങ്ങനെയാണെങ്കിൽ എന്ത്. അപ്പോൾ ഇൻ ടോട്ടൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് തോന്നലുകൾ ഉണ്ടായി കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യണം, ഒരു റിയൽ ഫാക്ടറായിട്ട് കൺവേർട്ട് ചെയ്യണം. കറക്റ്റ് പിക്ചറൈസ് ചെയ്യണം. ലൈക്ക് എങ്ങനെയാ ഓരോ സ്റ്റെപ്പും എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളത് നമ്മൾ കറക്റ്റ് പിക്ചറൈസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടുതൽ അനാലിസിസ് നടത്തി, കൂടുതൽ ഡിസ്കഷൻസ് നടത്തി, എക്സ്പേർട്സിനെ കണ്ട്, പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാന്നുണ്ടെങ്കിൽ അവർ വലിയൊരു കുഴിയിലേക്കായിരിക്കും കാലെടുത്ത് വെക്കുന്നത്. വലിയൊരു, കാരണം മേ ബി ഇതിൻ്റെ കോസ്റ്റ് ലാക്സോ ക്രോഡ്സോ ആയിരിക്കും. കറക്റ്റ്. ഒരുപാട് എന്റർപ്രണേഴ്സ് അവർ ബിസിനസ് തുടങ്ങുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് മൈൻഡ് ചെയ്യില്ല. മേ ബി ഒരു 1 CR എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഭംഗിയുള്ള ഓഫീസ് ഉണ്ടാക്കും, നല്ല സ്റ്റാഫ്സിനെ എടുക്കും, ഒക്കെ ചെയ്യും. അടുത്ത മാസം കൊടുക്കേണ്ട സാലറി കയ്യിലുണ്ടാവില്ല. അത് തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്താ തോന്നുന്നില്ല, ഒന്നാമത്തെ മാസത്തിന് എനിക്ക് ബിസിനസ് വരും, അതിൽ നിന്ന് എന്ത് ചെയ്യും, ഞാൻ ഈ സാലറി കൊടുക്കും എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷെ പ്രാക്ടിക്കലി ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം അവൻ നടക്കില്ല, ആദ്യം അവൻ ഓടില്ല. അവൻ ആദ്യം എന്താ ചെയ്യുക, ആദ്യം കിടന്ന് നിലവിളിക്കും, അല്ലേ, കരയും, അല്ലേ. പിന്നെ എന്ത് ചെയ്യും, പിന്നെ അവൻ മുട്ടിലെഴയും, പിന്നെ നടക്കും, പിന്നെ ഓടും. പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്ന ആദ്യം തന്നെ നടക്കില്ല. അപ്പോൾ അതിന് എൻ്റെ റൂൾ ഇതാണ്, ഡോണ്ട് ലെറ്റ് യുവർ പെർസെപ്ഷൻ റൂൾ യു. എൻ്റെ തോന്നലുകൾ എന്നെ ഭരിക്കാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യണം, ഈ തോന്നലുകളെ നമ്മൾ റിയൽ ടേം ഫാക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാം മാക്സിമം ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ. എന്താണ് ഫ്യൂച്ചറിലെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈവൻ ദോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ടും നമ്മളുടേതായിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിയൽ ടേം ഫാക്ടറിലേക്ക് ഇത് മാറ്റാൻ പറ്റും. എന്നിട്ട് നമ്മൾ എടുക്കുമ്പോഴല്ലോ നമ്മളുടെ സ്റ്റെപ്പുകൾ കുറച്ചും കൂടി ഒക്കെ എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും. ഈ സക്സസ് ആയിരിക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെ ആയിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി അവർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ വെറുതെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്ക് എന്തിനാവും, ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ചില ആൾ ആ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ പോയിട്ടുണ്ടാവാം. ബട്ട് ഇറ്റ്സ് വെരി റിസ്കി. ഇറ്റ്സ് വെരി റിസ്കി. കാരണം ഇപ്പം ഈ ഫിനാൻഷ്യൽ ടേമിൽ പറയുന്ന ആൾക്കാർ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കാം. എല്ലാം എന്ന് വെച്ചാൽ സ്ലോ റൺസ് വിൻസ് ദ റേസ്, അല്ലെ, നെല്ല് തിന്നാൽ പനയം തിന്നാൽ പറയാറുണ്ടല്ലോ. ഇതേപോലെ ഒരു കൺസർവേറ്റീവ് അപ്രോച്ചാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു അപ്രോച്ച് അതാണ്. ലൈക്ക് നമ്മൾ വളരെ സൂക്ഷിച്ച് എന്ത് ചെയ്യുക, കാര്യങ്ങൾ എടുക്കുക, എന്നിട്ട് എന്താ മെല്ലെ ഗ്രോ ചെയ്യുക. അതിനാണ് നമ്മൾ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയാം. സലീം മാഷപ്പ് ഒരുപാട് പരാജയപ്പെട്ട ബിസിനസ്സുകാരെ കണ്ടു കാണുമല്ലോ, ഒരുപാട് കണ്ടിട്ടുണ്ട്. അവർ ആക്ച്വലി ഈ ഒരു ഘട്ടത്തിൽ സത്യം പറഞ്ഞ് ഞാൻ തോന്നിയതൊക്കെ അങ്ങോട്ട് ചെയ്ത ആൾക്കാരായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാനീ പറയുന്നത് ബുക്സിൽ വായിച്ച് പഠിച്ച കാര്യങ്ങളല്ല. മനസ്സിലായി. ഇതുപോലെ പല ആൾക്കാരും കണ്ട് അവർ ചെയ്യുന്ന ബിസിനസ് അറിഞ്ഞ് എന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്, ലൈക്ക് ഇവരൊക്കെ ഈ രീതിയിൽ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ പോയപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫെയിൽ ആയിട്ടുള്ളത്. മനസ്സിലായി. നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ടേക്ക് അവേ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ മനസ്സിലൊരു ബിസിനസ് ആശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനാദ്യം ഒന്ന് റിയലൈസ് ചെയ്യാം. എക്സാക്ട്ലി അല്ലെ? എക്സാക്ട്ലി. ഈ ഒരു തോട്ടിനെ ഒന്ന് റിയലൈസ് ചെയ്യാം. ഇത് എനിക്ക് പറ്റിയതാണോ, ഇത് ഒരു പ്രാക്ടിക്കൽ ആവുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ. ഇനി ഇവന്റെ തോട്ടിൽ ചിലപ്പോൾ ഇവൻ ഹൈപ്പിൽ എന്നെ കൊണ്ട് പറ്റും എന്നാണ് തോന്നുന്നത് പോലും ഒരു ഫർദർ ആയിട്ട് ഒപ്പീനിയൻ ചോദിച്ചാൽ. എക്സാക്ട്ലി. എന്ന് വെച്ചാൽ പല ഡയമെൻഷനിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. ഞാൻ ഒരിക്കലും ഡ്രോപ്പ് ചെയ്യാനല്ല പറയുന്നത്. മനസ്സിലായി. നമ്മളൊരു തോന്നലിനെ വളരെ കോൺക്രീറ്റ് ആയിട്ട് എന്താ ഇംപ്ലിമെന്റ് ചെയ്യണം. ആ കോൺക്രീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ടൂൾസ് ആണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. നമ്മൾ എക്സ്പേർട്ടിനോട് സംസാരിക്കുക, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ടാബ്ലേറ്റ് ചെയ്യുക. എന്താണ് ഞാൻ, കാരണം വെയ്കളുടെ തോട്ട്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇതിനെന്താ ഒന്ന് ടാബ്ലേറ്റ് ചെയ്യുക. എൻ്റെ മന്ത്ലി സെയിൽസ് എന്താണ്, മന്ത്ലി എക്സ്പെൻസ് എന്താണ്, ഒരു 6 മാസത്തേക്ക് എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് എന്താണ്, ഇതൊക്കെ ഒന്ന് ടാബ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ പിക്ചർ. ഈ വെയ്ഗ് ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ പറ്റും.
അവിടെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സ്ട്രോങ് ആവും. അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും, മെല്ലെ 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 വിജയത്തിലേക്ക് എടുക്കും. IIM കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് IIM? IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 2009 സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അവിടെ കൊടുക്കുന്നത് ഫിനാൻഷ്യൽ പ്രൊഫഷണൽ കോഴ്സസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി, ACCA, CMA. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവെൻഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനുപരി നമ്മൾ എന്താ വെച്ചാൽ ആദ്യം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവൻ്റെ തോട്ട് പ്രോസസ്സിനൊന്ന് പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയല്ലേ നിലവൊരുക്കുക എന്ന് പറയാറില്ലേ, വിത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉഴുത് റെഡിയാക്കണം. അതുപോലെ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം ഈ കുട്ടിക്ക് വേണ്ട ക്ലാസ്സസ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവൻ്റെ നിലം ഒന്നും എന്ത് ചെയ്യും നമ്മൾ റെഡിയാക്കും, ഉഴുതണം. ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നതിന് ശേഷം എന്ത് ചെയ്യും, അവന് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കും. സോ ഗ്രാസ്പിംഗ് വളരെ ഈസി. അതിലെനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണോ പഠിക്കുന്നത് വേൾഡിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കോഴ്സ് ആവട്ടെ, ആദ്യം യു ബിലീവ് ദാറ്റ് ടുമോറോ യു ആർ ഗോയിങ് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ ACCA. ഈ സാധനം, ഈ ബിലീഫ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവൻ്റെ ആക്ഷൻസും അവൻ്റെ ചിന്തയൊക്കെ എന്തായിരിക്കും, ആസ് ഇഫ് ഈസ് എ പ്രൊഫഷണൽ. അയാളൊരു പ്രൊഫഷണൽ ആയിട്ടാണ് അയാൾ എന്താ ചെയ്യുക, ബിഹേവ് ചെയ്യുക. സോ ഈ ബിഹേവിയറിൽ അവർ പഠനത്തിന് ബാധിക്കും. പഠനത്തിൽ ഇതേപോലെ ഉണ്ട്. അവനോട് പോയിട്ട് പഠിക്കടാ എന്ന് പറയുന്നത് ഒരു ആവശ്യമില്ല. കാരണം എന്താ, ഹി ബിലീവ് ഹിംസെൽഫ് ദാറ്റ് ഹി വിൽ ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സോ ഈ രീതിയിലേക്ക് നമ്മൾ വരുന്ന എല്ലാ കുട്ടികളും ഈ തോട്ട് പ്രോസസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ എപ്പോഴും മുമ്പോട്ട് പറയുന്നത്. 100% അത് സക്സസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല. ബട്ട് വി ആർ ട്രൈങ് ഫോർ ദാറ്റ്. ദിസ് ആർ ദ പാറ്റേൺ. യെസ്, ദിസ് ഈസ് അവർ പാറ്റേൺ. പക്ഷേ ഒരു വാസ്റ്റ് മെജോറിറ്റി അത് എന്താണ്, അക്സെപ്റ്റഡ് ആണ്. റിസൾട്ട് ഉണ്ട്, ടാർഗറ്റ്സ് എന്താ പറയുക, ഒരുപാട് റാങ്ക്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. വെരി ഹാപ്പിയാണ് എന്നുവെച്ചാൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് സോ മെനി സ്കാറ്റേർഡ് റൗണ്ട് ദ ഗ്ലോബ്. വളരെ ഹാപ്പിയാണ്. നമുക്ക് ഓരോ എപ്പിസോഡുകളിലും ഇതേപോലെ തന്നെ ബിസിനസ്സുകാരുടെ ഇപ്പം നമ്മൾ നേരത്തെ തോട്ടിനെ പോലെ പറഞ്ഞ പോലെ ഓരോ എപ്പിസോഡുകളിലും നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ ചിന്തിക്കണം. എന്തായാലും കൊള്ളാം. നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു എക്സ്പീരിയൻസ്. ഞാൻ നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു പക്ഷേ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ അങ്ങനെ ആകാതിരിക്കട്ടെ. ആളാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ഐഡിയനെ അവിടെ ഇവിടെ നോക്കാതെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണോ നിങ്ങൾക്ക് പറ്റിയെന്ന് അവരത് കമന്റ് ചെയ്യട്ടെ. അപ്പോൾ മാഷെ വീണ്ടും കാണാം. Thank you, Balka, for giving such a wonderful opportunity. Thank you so much. Thank you.